കൂടുതൽ വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ വീണ്ടും പുലിയെ കണ്ടു. ഇന്ന് രാവിലെ സ്കൂളിലെ പാചക തൊഴിലാളിയായ വിജയമ്മയാണ് മുൻവശത്തെ ഗേറ്റിന് സമീപം പുലിയെ കണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പൊന്മുടി പോലീസ് സ്റ്റേഷൻ പരിസരത്തും പുലിയെ കണ്ടിരുന്നു. പ്രതികരണം ആദ്യം. ഞാൻ രാവിലെ 7:30 മണിയായപ്പോൾ സ്കൂളിൽ പാചകത്തിനായിട്ട് വന്നതാണ്, കാപ്പി ഉണ്ടാക്കാൻ. വന്ന സമയത്ത് അവിടെ ഞാൻ ഇങ്ങനെ ചുമച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ മുൻ വശത്തോട്ട് ഓടി അങ്ങ് പോയി. ഞാൻ നോക്കിയപ്പോൾ പുലിയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, നെഞ്ചിടിപ്പും വല്ലാതെയൊക്കെ വന്ന്. ഞാൻ പിന്നെ അടുത്തുള്ള ഒരാളോടെ ചെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഇനി വന്ന് എവിടെയൊക്കെ നോക്കി വന്ന് ഞാൻ ഗുളികയും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയില്ല. ടീച്ചറെ വിളിച്ച് പറഞ്ഞ് അവൽ വാങ്ങിച്ചുകൊണ്ട് വരിച്ച്. അത് കഴിഞ്ഞ് എല്ലാവരും വന്നു, പോലീസുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും വന്നു. അങ്ങനെ വേറെ എനിക്കൊരു നെഞ്ചടിപ്പും വെപ്രാളമൊക്കെ ഉണ്ടായി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, വനവകുപ്പൊക്കെ എത്തിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഈ കൂട് വയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും നടപടികളുണ്ടോ? ദിവിഷ്, രാവിലെ 7:00 സ്കൂളിലെ പാചക തൊഴിലാളിയായ വിജയമ്മയാണ് ഈ പുലിയെ കണ്ടത്. അവരാണ് അവരുടെ അനുഭവം പങ്കുവച്ചത്. അവർ ചുമച്ചുകൊണ്ട് വന്ന സമയത്ത് ഈ പുലി ശബ്ദം കേട്ട് സ്കൂളിൻ്റെ പിൻഭാഗത്തുള്ള കാട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്, പൊന്മുടി LP സ്കൂളാണ്. 1 മുതൽ 7 വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അവിടെ 34 വിദ്യാർത്ഥികളാണുള്ളത്. കൂടുതലും തോട്ടം തൊഴിലാളികളുടെ മക്കളാണ്. ഈ സ്കൂളിൽ മാതൃഭൂമി ന്യൂസ് ഈ സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പോയതാണ്. അവിടുത്തെ അന്ന് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന വിഷയമാണ്. ഈ സ്കൂളിൻ്റെ പിൻഭാഗത്ത് വനപ്രദേശമാണ്, അടച്ചുറപ്പില്ലാത്ത സ്കൂളാണ്. പിൻഭാഗം തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഒരു വനാതിർത്തിയാണ്. അപ്പോൾ കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ വരുന്ന ഭീഷണി അന്ന് തന്നെ നമ്മൾ തുറന്നു കാട്ടുകയും അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയത് 2-3 മാസം സമയം വേണം, അതിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കുമെന്നതാണ്. പക്ഷേ അധ്യയന വർഷം പൂർത്തിയാകാറാകുന്നു, ഇതുവരെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അതുതന്നെയാണ് അവിടെ ഇന്നിപ്പോൾ പുലി ഇറങ്ങുമ്പോൾ അധ്യാപകരുടെയും ഈ പാചക തൊഴിലാളിയുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും എല്ലാം ആശങ്കയാണ്. ഇന്ന് രാവിലെ ഒരു പുലിയെ കണ്ടു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കുറച്ച് അകലെയായി പൊന്മുടി പോലീസ് സ്റ്റേഷന് സമീപം പുലിയെ കണ്ടു. അപ്പോൾ ഈ കുട്ടികളും ഒക്കെ ഭീതിയിൽ തന്നെയാണ് അടച്ചുറപ്പില്ലാത്ത സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. പുലിക്കായി അവിടെ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തെരച്ചിൽ നടത്തിയെങ്കിലും വനത്തിലേക്ക് കയറിപ്പോയ പുലിയെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ശരി, പ്രശാന്ത് കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്. പൊന്മുടി